കേരളത്തിലെ രണ്ടാമത്തെ തൊഴിൽ മേഖലയാണ് നിർമ്മാണ രംഗം. 25 ലക്ഷം തൊഴിലാളികളുള്ള ഈ മേഖലയിൽ 50,000 കോടിയുടെ ഇടപാടുകളാണ് പ്രതിവർഷം നടക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും ലഭ്യതക്കുറവുമാണ് ഈ മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ചെങ്കൽ എടുക്കരുത് എന്ന് പറയുന്നു. പക്ഷേ ചെങ്കലിൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യും? കരിങ്കൽ പൊട്ടിക്കരുത് എന്ന് പറയുമ്പോൾ കരിങ്കൽ ആവശ്യമുള്ള വീട് നിർമ്മാണം എങ്ങനെയാണ് മുമ്പോട്ട് പോകുക? മാത്രമല്ല 650 കിലോമീറ്റർ നീളമുള്ള നമ്മൾ കോസ്റ്റൽ ബെൽറ്റിൽ നിന്ന് മണൽ സാംശീകരിച്ചാൽ നമ്മൾ മണൽ പ്രശ്നം തീർക്കാവുന്നതാണ്. ആരാണ് തീർക്കേണ്ടത്? നിർമ്മാതാക്കളാണോ, എഞ്ചിനീയർമാരാണോ, അല്ല ഇവിടുത്തെ സർക്കാരാണോ? നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതിനായി ഒരു വകുപ്പും വേണം. ഒരു പ്ലാൻ സാങ്ഷൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഏകദേശം 9 മുതൽ 12 ഡിപ്പാർട്ട്മെൻറ്റിലൂടെങ്കിലും പോയി വരേണ്ട ഒരു സംഗതിയാണ്. ഇതിന് വളരെയധികം കാലതാമസം നേരിടുന്നുണ്ട്. വീണ്ടും കാലതാമസം ഓരോ പ്രോജക്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക എന്ന് പറയുന്നത് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. ബന്ദ് നടക്കുന്ന 3 ദിനങ്ങളിൽ റോഡ് നിർമ്മാണം അടക്കമുള്ള മുഴുവൻ ജോലികളും സംസ്ഥാനത്ത് സ്തംഭിക്കും. മീഡിയ 1 കോഴിക്കോട്.